പാതിവില തട്ടിപ്പിൽ കേസെടുത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെയാണ് നടപടി. ഇഡിയുടെ കൊച്ചി യൂണിറ്റാണ് ESIR രജിസ്റ്റർ ചെയ്തത്. ഇതിനിടെ പോലീസ് എടുത്ത കേസിൽ അനന്തു കൃഷ്ണന് ജാമ്യം നിഷേധിച്ചു. മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയാണ് അനന്തുവിന്റെ ജാമ്യ ഹർജി തള്ളിയത്. ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അനന്തുകൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് വലിയ തട്ടിപ്പാണെന്ന സൂചനകളും ഇന്ന് പുറത്തുവന്നു. അടുത്ത ഘട്ടത്തിൽ ഓട്ടോറിക്ഷയും കാറും നൽകാനായിരുന്നു പദ്ധതി. അനന്തകൃഷ്ണന്റെ സഹായികൾ അക്കാര്യം പറഞ്ഞിരുന്നുവെന്ന് പോത്തൻകോട് പഞ്ചായത്ത് പ്രസിഡന്റ് റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. ആദ്യകാലങ്ങളിൽ എല്ലാവർക്കും തന്നെ അപേക്ഷ മുഴുവൻ ആൾക്കാർക്കും തന്നെ ഇത്തരം സാധനം എല്ലാം കൊടുത്തു. ലാപ്ടോപ്പ് കൊടുത്തു, തയ്യൽ മെഷീൻ കൊടുത്തു, കോഴിക്കോട് കൊടുത്തു. ഇനി അവർ പറഞ്ഞത് കാറുണ്ട്, ഓട്ടോ ഉണ്ടെന്നാണ് പറയുമ്പോൾ എനിക്കതിൽ എന്തോ ഒരു പന്തികേട് തോന്നി. ആദ്യം കൊടുത്തു തീർന്നതിന് ശേഷം മാത്രം മതി മറ്റുള്ള കാര്യങ്ങളിൽ പോകുന്നതെന്ന് ഞാൻ അറിയും. ഇവിടെ പല അക്ഷയ സെൻ്ററും അവരൊക്കെ ഇത്തരത്തിലുള്ള ലാപ്ടോപ്പ് വാങ്ങിയിട്ടുണ്ട്. ജൈവവളത്തിൽ തുടങ്ങി പഠനോപകരണങ്ങളിലൂടെ, കിറ്റിലൂടെ, ഇരുചക്ര വാഹനങ്ങളിലൂടെ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനിലൂടെ, കാറ്, ബസ്, ലോറിയിലേക്കൊക്കെ എത്താനായിരുന്നു പ്ലാൻ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ജാമ്യം നിഷേധിക്കുമ്പോൾ കോടതി ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന വാക്കാൽ നിരീക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, സാക്ഷികളെയൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഒട്ടനേകം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദിച്ചത് പൂർണ്ണമായും അംഗീകരിച്ചാണല്ലേ ജാമ്യം നിഷേധിച്ചത്? അർജുൻ മട്ടന്നൂർ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ അരുൺകുമാർ. പകുതിവില തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റ് ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയവരെയും മറ്റും വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്താനാണ് ഇഡിയുടെ നീക്കം. അതിനിടെ കേസിൽ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്ത അനന്തു കൃഷ്ണന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി. മൂവാറ്റുപുഴ 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഗുരുതരമായ ഒരു കുറ്റമാണ് ഇത് എന്നും പ്രഥമ ദൃഷ്ട്യാ ഇയാൾ കുറ്റക്കാരനാണ് എന്നുമാണ് കോടതിയുടെ നിരീക്ഷണം. മാത്രവുമല്ല, മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഏതാണ്ട് 34ഓളം കേസുകൾ ഇയാൾക്കെതിരെയുണ്ട്. ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകിയാൽ അത് തെളിവ് നശിപ്പിക്കാൻ ഇടയാക്കും. മാത്രവുമല്ല, ഈ പരാതിക്കാരെയും സാക്ഷികളെയും സ്വാധീനിക്കാനും സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ പ്രതിയായ അനന്തകൃഷ്ണൻ ഒളിവിൽ പോകാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. ഇത് ഒരു സിവിൽ കേസാണ് എന്നും തനിക്കെതിരെ ക്രിമിനൽ കേസുകൾ ഒന്നുമില്ല എന്നുമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അനന്തകൃഷ്ണന്റെ അഭിഭാഷകർ വാദിച്ചത്. എന്നാൽ ഇത് ജാമ്യം നൽകാനുള്ള ഒരു മാനദണ്ഡമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. മാത്രവുമല്ല, ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ തട്ടിയ കേസാണ്. മാത്രവുമല്ല, നിരവധി ജില്ലകളിൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുണ്ട്. ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് ഉചിതമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. സ്വാഭാവികമായും അനന്തകൃഷ്ണ അടുത്ത ദിവസങ്ങളിൽ തന്നെ മേൽക്കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരുടെയും മറ്റും മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കത്തിലാണ്. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്.